പ്രശസ്ത നടനും DMK നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കൊറോണ ബാധിതനായി ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, രാവിലെ ആയിരുന്നു അന്ത്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ദീർഘനാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം കൊറോണ ബാധിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. തമിഴകത്തെ ഏറെ ഊറ്റം കൊള്ളിച്ചിട്ടുള്ള നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 154ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല DMDK എന്ന സംഘടന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും തൻ്റെ നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്ത നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ സിനിമാ രംഗത്തും തമിഴകത്തിന് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ നിര്യാണമാണ് സംഭവിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഏതാണ്ട് ഒരു മാസത്തോളം മുമ്പ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് ദീർഘകാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ നിന്നും പുറത്തു വരികയും അതുപോലെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്ന ആ വിശ്രമവേളയിലാണ് വീണ്ടും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തിനെ കോവിഡ് ബാധിച്ചതായി സ്ഥിരീകരിക്കുകയും അതിൻ്റെ തുടർന്നുള്ള ശക്തമായ ശ്വാസമുട്ടലും അതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മൂലം അദ്ദേഹം മരിക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് മരണം സംഭവിച്ചത്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലേറെ ജനകീയ സ്വാധീനമുള്ള ഒരു നടൻ തന്നെയായിരുന്നു ഇന്ന് രാവിലെ ഈ ലോകം വിട്ടുപോയ വിജയകാന്ത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ശക്തമായ ചലച്ചിത്ര കഥാപാത്രങ്ങളിലൂടെ തമിഴകത്തിൻ്റെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു നടൻ കൂടിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാവുന്നതാണ്, ചിന്നഗൗഡർ, അതുപോലെ തന്നെ നിരവധിയായ ഹിറ്റ് സിനിമകൾ, ക്യാപ്റ്റൻ പ്രഭാകർ പോലുള്ള തമിഴ്നാടിൻ്റെ രാഷ്ട്രീയവും പാരിസ്ഥിതികവും അല്ലാതെയുമുള്ള നിരവധിയായ പ്രശ്നങ്ങൾ പ്രമേയങ്ങളാകുന്ന അല്ലെങ്കിൽ അന്തർലീനമായ പ്രമേയങ്ങളാകുന്ന നിരവധി ചലച്ചിത്രങ്ങൾ ചലച്ചിത്രത്തിൻ്റെ ഭാഗമാവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിലെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധിച്ചു. തമിഴ്നാട്ടിലെ ആക്ഷൻ ഹീറോ അന്ന് കാലത്തെ, അതായത് 80കളിലും 90കളിലും ശക്തമായ സാന്നിധ്യമായിരുന്ന ഒരു ആക്ഷൻ ഹീറോ തന്നെയായിരുന്നു വിജയകാന്ത് എന്ന കാര്യത്തിലും തർക്കമില്ല. സ്വാഭാവികമായും തമിഴരുടെ ഒരു ആവേശമായി തന്നെ മാറുന്ന സിനിമാ ലോകമാണ്. സിനിമാ നായകരെല്ലാം തന്നെ തമിഴക രാഷ്ട്രീയത്തിൻ്റെ നേതൃനിരയിലേക്ക് വരുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് പലപ്പോഴും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവ വികാസങ്ങൾ നമുക്ക് പലതും ചൂണ്ടിക്കാണിക്കാനുണ്ട്. തമിഴ്നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ പശ്ചാത്തലവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സിനിമാ പശ്ചാത്തലത്തിലൂടെ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് രംഗപ്രവേശം ചെയ്ത അദ്ദേഹം ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുകയായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചതിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം നടത്താനൊന്നും സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 2011-2016 കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പോലുമായിരുന്നു തമിഴ്നാട്ടിലെ. നമുക്കറിയാം, അന്ന് കാലഘട്ടത്തിലെല്ലാം തന്നെ നിലനിന്നിരുന്ന അതീവ ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതീവ ഗൗരവമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തൻ്റേതായ ഒരു ഭാഗം കൃത്യമായ നിലപാടുകൾ അറിയിച്ച് രംഗത്ത് വരാനും തമിഴരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കൃത്യമായ ഒരു ഇടപെടൽ നടത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ഒരു രാഷ്ട്രീയ നേതാവും അതേസമയം തന്നെ ശക്തനായൊരു സിനിമാ പ്രവർത്തകനും കൂടിയായിരുന്നു. ഈ രണ്ട് മേഖലകളിലും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയവും, അല്ലെങ്കിൽ അദ്ദേഹം അന്തർലീനമായി അല്ലെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം മുന്നോട്ട് പറഞ്ഞതും ലോകത്തോട് പറഞ്ഞതുമായ ആശയം നീതിയുടെ പക്ഷത്ത് നിൽക്കുക, അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നവൻ്റെ അധസ്ഥിതൻ്റെ ഭാഗത്ത് നിൽക്കുക എന്ന വലിയൊരു രാഷ്ട്രീയ നിലപാട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ആക്ഷൻ ഹീറോ പരിവേഷമുള്ള കഥാപാത്രങ്ങളിലൂടെയെല്ലാം പറയാൻ അദ്ദേഹം ശ്രമിച്ചത് നീതി ലഭ്യമാക്കുക, സാധാരണക്കാരനും സാധു മനുഷ്യനും നീതി ഉറപ്പാക്കുക എന്ന ഒരു ആശയം തന്നെയാണ്. ആ ആശയം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം തുടർന്നു വന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. എന്തു തന്നെയായാലും രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും ഒരുപോലെ ശോഭിച്ച ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു വിജയകാന്ത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ആക്ഷൻ ചിത്രങ്ങളിലെല്ലാം തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രകടനം, അതുപോലെ തന്നെ വൈകാരികമായ രംഗങ്ങളിലെ മനോഹരമായ അവതരണ ശൈലികൾ, ഇത്തരത്തിലെല്ലാം തന്നെ തമിഴ്നാടിൻ്റെ അതുപോലെ തന്നെയാണ് ഐസൺ ഈ സിനിമയിൽ എങ്ങനെയാണ് അദ്ദേഹം സ്വാധീനം ചെലുത്തിയത്, അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ അണികളിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. DMDK എന്ന രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചു. ദീർഘനാൾ AIDMKയുമായി ചേർന്ന് പ്രവർത്തിച്ചുവെങ്കിൽ പോലും പിന്നീട് ജയലളിതയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായതിനെ തുടർന്ന് NDAയിലേക്ക് അടക്കം മാറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോഴും തൻ്റെ നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല. നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് അണികൾക്ക് വേണ്ടി പോരാടിയ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. തീർച്ചയായും വിഷ്ണു, ഒരു രാഷ്ട്രീയ ഭാരതം അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന ചില നേതാക്കളുണ്ട്, അല്ലെങ്കിൽ ചില നേതൃഗുണങ്ങളുണ്ട്. ആ നേതൃഗുണങ്ങളിൽ പരമപ്രധാനമാണ് അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ അഴിമതി വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, നിരവധിയായ അഴിമതിയുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിനെല്ലാം തന്നെ കൃത്യമായ നിലപാടുകൾ, അഴിമതിക്ക് വിരുദ്ധമായ നിലപാടുകൾ, അഴിമതി ഒരു മനുഷ്യാവകാശ പ്രശ്നമാണെന്ന് ലോകത്തോട് തുടർച്ചയായി വിളിച്ചു പറയാൻ തന്നെ തയ്യാറായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ആ രീതിയിൽ പരിശോധിച്ച്
പരിശോധിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ ക്യാപ്റ്റൻ പ്രഭാകർ എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന, സ്നേഹത്തോടെ വിളിച്ചിരുന്ന ക്യാപ്റ്റൻ പ്രഭാകർ എന്ന സിനിമയിൽ ക്യാപ്റ്റൻ വിജയ് അവതരിപ്പിച്ച ആ ക്യാപ്റ്റൻ പ്രഭാകർ എന്ന കഥാപാത്രത്തിൻ്റെ പേരിൽ ക്യാപ്റ്റൻ എന്നറിയപ്പെടാൻ തുടങ്ങിയ ക്യാപ്റ്റൻ വിജയകാന്ത് എന്നറിയപ്പെടുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയായിരുന്നു. ആ ക്യാപ്റ്റനിസം എന്തിനെയാണോ അദ്ദേഹം ക്യാപ്റ്റൻ ചെയ്തത് അത് അഴിമതി വിരുദ്ധ രാഷ്ട്രീയ സഖ്യങ്ങളെയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ് ദ്രാവിഡ രാഷ്ട്രീയവും ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ സ്വത്ത് രാഷ്ട്രീയവും എല്ലാം തന്നെ തമിഴ്നാട്ടിൽ ഏറെ ശക്തമായി സ്വാധീനമുള്ള ഒരു സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയം അഴിമതി വിരുദ്ധതയുടേതായിരുന്നു. അഴിമതി വിരുദ്ധ ആധുനിക കാലത്തെ ആ നീതിബോധത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന അഴിമതി വിരുദ്ധ നിലപാടുകൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിൽ രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഏതെങ്കിലും ഒരു സിനിമാ നടൻ രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നു എന്നതിനപ്പുറം ഒരു പച്ചയായ മനുഷ്യൻ രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കുന്നു എന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ സാന്നിധ്യമാകുന്നു എന്ന രീതിയായിരുന്നു 2005 പാർട്ടി രൂപീകരണം മുതൽ ഈ നാളിതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം. അതായത് ഇന്ന് മരണമടയുമ്പോൾ വരെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, പല സന്ദർഭങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം മടിച്ചിരുന്നില്ല. അഴിമതി വിരുദ്ധമായ ഒരു നിലപാടിനോടൊപ്പം, അതായത് NDയോടൊപ്പം ഒക്കെ നിൽക്കുന്നതിന് യാതൊരു മടുപ്പും അദ്ദേഹത്തിനുണ്ടായില്ല. കാരണം അതിനുണ്ടായ അടിസ്ഥാന കാരണം അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആശയം തൻ്റെ നെഞ്ചിലേറ്റിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റു സിനിമാ നടന്മാർ മാറി ഈ താരപ്രഭയിൽ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന സിനിമാ നടൻ എന്നതിനപ്പുറം, അല്ലെങ്കിൽ താരപ്രഭയിൽ എത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനപ്പുറം, ഒരു താരപ്രഭയ്ക്കപ്പുറം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, സാധാരണ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ലോകത്തോട് വിളിച്ചു പറയാനും ആ വിളിച്ചു പറഞ്ഞതിൻ്റെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ഭാഗമായി തൻ്റെ ആശയങ്ങൾ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും സാധിച്ച ഒരു പ്രഗത്ഭനായ രാഷ്ട്രീയ പ്രവർത്തകൻ. ഒരു സാധാരണ സിനിമാ നടൻ എന്നതിലുപരി സിനിമാ നടൻ ടേൺഡ് ഫിലിം ആക്ടർ ടേൺഡ് രാഷ്ട്രീയക്കാരൻ എന്ന ആ ഒരു ആശയത്തിനപ്പുറം ഒരു രാഷ്ട്രീയക്കാരൻ്റെ, യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ്റെ, അതായത് ജനങ്ങൾക്ക് വേണ്ടി പോരാടുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന, മനുഷ്യത്വത്തിന് വേണ്ടി പോരടിച്ച ഒരു മനുഷ്യനായിരുന്നു ക്യാപ്റ്റൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയാണ് ആ രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മികവായി കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ്, സിനിമാ രംഗത്ത് 150-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ശക്തമായ ഹിറ്റ് സിനിമകൾ, തമിഴ്നാടിനെ 200 ദിവസമെല്ലാം തന്നെ കൃത്യം തിയേറ്ററുകളിൽ നിറഞ്ഞാടിയ സിനിമകളുടെ ഭാഗമായി അതിൻ്റെ നായകനായി അദ്ദേഹം മാറിയെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കലാജീവിതത്തിലും പൊതുജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തിയ വലിയൊരു മനുഷ്യൻ, രണ്ട് രംഗങ്ങളെയും പ്രൊഫഷണലായി സമീപിച്ച ഒരു സത്യസന്ധനായ രാഷ്ട്രീയക്കാരനും സത്യസന്ധനായ ഒരു സിനിമാ നടനുമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് തമിഴ് ജനത, ദ്രാവിഡ ജനതയുടെ ആ സ്വത്വബോധം അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിയതും അദ്ദേഹത്തിനെ നിരവധി തവണ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് വിജയം സമ്മാനിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആദർശങ്ങൾക്ക് വില നൽകുകയും തമിഴകം ചെയ്തത്.